അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണ് വെച്ചാൽ, നമ്മുടെ കണ്ണിനോട് ചുറ്റും ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് കളർ ഉണ്ടാകുമല്ലോ, അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്ത് ഓടിപ്പോകരുത് കേട്ടോ. ഓടിപ്പോയാല് പിന്നെ കണ്ണിനടി ഉണ്ടാകുന്ന കറുപ്പൊന്നും മാറി കിട്ടാൻ ഒരു വഴി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഫുള്ളെ കാണണം കേട്ടോ. ഫുള്ളെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കുഞ്ഞു ചാനല്. ഈ കണ്ണിനടിയിൽ എന്തുകൊണ്ടാണ് കറുപ്പ നിറം വരുന്നതെന്ന് അറിയാം എല്ലാവർക്കും. രാത്രി ഉറക്കം ഒഴിച്ചിട്ട് നമ്മൾ രാത്രി ഉറങ്ങാതിരിക്കുക, അതുപോലെ തന്നെ ഒരുപാട് നേരം മൊബൈൽ നോക്കുക, കമ്പ്യൂട്ടർ നോക്കുക, പിന്നെ ടെൻഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കണ്ണിനടിയിലൊക്കെ കറുത്ത ഒരു കറുത്ത പാട് വരുന്നത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു ടെൻഷനും ഇല്ലാതെ സന്തോഷമായിട്ടിരിക്കുക. ഫോണൊക്കെ ഉപയോഗമൊക്കെ കുറച്ച് കുറയ്ക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ കുറച്ച് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നല്ലവണ്ണം ഉറങ്ങുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാക്സിമം കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോസ് ഫുള്ളായി ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? പേക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ ചെറിയ പാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഇത് ക്യാമറിൻ്റെ പ്രശ്നം കൊണ്ടാണ് കളർ വ്യത്യാസം തോന്നുന്നത്. പിന്നെ അതിലേക്ക് 2-3 പിഞ്ച് കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ തേൻ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പേക്കിന് ആവശ്യമായ പാലും കൂടി ചേർക്കണം. പേക്കിന് ഒരുപാട് ചേർക്കരുത്, അതും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് മിക്സ് ആക്കേണ്ട ആ ഒരു രൂപത്തിൽ മാത്രം കേട്ടോ. ഒരു കൂടുതലും ചേർക്കരുത്. കൂടുതൽ ചേർത്ത് കൊടുത്താൽ പിന്നെ കണ്ണിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അത് താനെ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ചേർക്കാതെ കുറച്ച് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. ഈ കോഫി പൗഡറിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാകും, അതൊക്കെ നല്ലവണ്ണം ആ തരിതരിപ്പൊക്കെ പോയിട്ട് നല്ല മിക്സായിട്ട് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ കണ്ണിനടിയിൽ തേച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ തേക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് വെക്കുക കേട്ടോ. 15 മിനിറ്റ് 20 മിനിറ്റ് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് രാത്രി കിടക്കുമ്പോൾ അങ്ങനെ തന്നെ കിടന്നുറങ്ങാം. രാവിലെ എണീച്ചിട്ട് കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അപ്പം നമുക്കിത് കണ്ണിനടിയിൽ തേച്ച് കൊടുക്കാം. അപ്പം കണ്ണിനടി തേച്ച് കൊടുക്കുന്ന ടൈമിൽ ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ മൊബൈൽ നോക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും ഇതിങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ഡെയിലി ചെയ്യണം കേട്ടോ. ഡെയിലി ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒരിക്കലോ 2 പ്രാവശ്യം ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഡെയിലി ചെയ്യാൻ നോക്കുക കേട്ടോ. ഡെയിലി ചെയ്യാതെ പിന്നെ കണ്ണിനടിച്ച കറുപ്പൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഡെയിലി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ തേക്കുക. ഇങ്ങനെ കണ്ണിനടിയിൽ തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, പകൽ സമയത്തല്ല. രാത്രി ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് രാത്രി സമയങ്ങളിൽ നിങ്ങളും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നല്ല റൗണ്ട് ഷേപ്പിൽ ഒരു 5 മിനിറ്റ് നല്ല ഒന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ല ഒന്ന് മസാജിങ് കൊടുക്കുക. സോഫ്റ്റിൽ വേണം മസാജിങ് ചെയ്യാൻ. അല്ലാതെ ഇങ്ങനെ പിടിച്ച് അമർത്തിയിട്ട് മസാജിങ് ഒന്നും ചെയ്ത് കൊടുക്കരുത്. ഇനി കണ്ണിൻ്റെ ഉള്ളിലൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൊന്നും പോവാതെ വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇങ്ങനെ 5 മിനിറ്റോളം മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ടിലൊരു 5 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക.
ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് കഴുകിക്കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരം വെളുക്കുന്നത് വരെ വെച്ചിട്ട് രാവിലെ എണീച്ച് കഴുകിക്കളഞ്ഞാലും മതി. ഇനി കിടക്കുന്ന സമയത്ത് ഇനി പായിലോ പുതപ്പിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി ഭർത്താക്കന്മാരാണെങ്കിലും അവരുടെ വഴക്ക് കേൾക്കരുത്, അല്ലെങ്കിൽ അമ്മമാരാണെങ്കിലും വഴക്ക് കേൾക്കരുത്, ചീത്ത പറയരുത് കേട്ടോ. അപ്പോൾ ചീത്ത കേൾക്കാതിരിക്കാനാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കഴുകിക്കളയുക. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയുക. അല്ലെങ്കിൽ രാവിലെ കഴുകിക്കളയുക. ഇനി ചീത്തയൊന്നും പറയില്ല എന്നാണെങ്കിൽ രാവിലെ കഴുകിക്കളയുക കേട്ടോ. അപ്പം ഞാൻ നല്ല തേച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് തുടയ്ക്കാൻ പോകുന്നത്. തേനായതുകൊണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഭയങ്കര ചൂടാണ്. അപ്പം നമുക്കിത് തുടച്ച് കളയാം. അപ്പം ഞാൻ തുടച്ച് കളയുന്നുണ്ട്. അപ്പം നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വയ്ക്കാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക, അല്ലെങ്കിൽ തുടച്ച് കളയുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളഞ്ഞാലും മതി. ഇതിങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിടെ വിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 7 ദിവസത്തിനുള്ളൊക്കെ നല്ല മാറ്റം കിട്ടുന്നതാണ്. അതുപോലെ നല്ലവണ്ണം ഉറങ്ങാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ തുടച്ച് കളയാം. ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രാവശ്യം തേച്ചതുകൊണ്ട് കണ്ണിനടുത്ത് കറുപ്പൊന്നും പോവില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറുപ്പൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഫുള്ളായി തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ഒട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ വാഷ് ചെയ്യണം. അപ്പം ഞാൻ വീഡിയോ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് മൊത്തത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പം നിങ്ങൾക്ക് എന്നെ കാണിച്ച് തന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ തുടച്ചും കൂടി ഇങ്ങനെ ഒട്ടുന്നു പറഞ്ഞിട്ട് ആരും ഇങ്ങനെ കഴുകാതിരിക്കരുത്. അപ്പം നല്ല വൃത്തിയാക്കി വയ്ക്കുക കേട്ടോ ഫേസൊക്കെ എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്, ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്ത് യൂസ് ആക്കി നോക്കുക. നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഫേക്ക് കണ്ണിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടും. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഫോൺ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോക്കുന്നൊക്കെ ഉപയോഗമൊക്കെ കുറയ്ക്കുക. അതുപോലെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ചെറിയ ചാനലിൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാനലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോസ് നടുവേയും ചിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് രാത്രി ടൈമിലാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കുക. എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടപ്പോൾ ചെയ്യണു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.